ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കാസർഗോഡ് MDMA കേസിൽ വിവരശേഖരണത്തിന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പ്രതികളുടെ വിദേശയാത്രകൾ NCB നിരീക്ഷിച്ചു വരുന്നു. കേസിലെ പ്രതി അബ്ദുൽ സലാം തായ്ലൻഡിലേക്കുൾപ്പെടെ നടത്തിയ യാത്രകൾ പരിശോധിക്കും. ലഹരിക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ട് എന്നാണ് സൂചന. എറണാകുളത്തേക്ക് MDMA എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണെന്നും ഊബർ കാറുകൾ ഉപയോഗിച്ചാണ് ലഹരിക്കടത്ത് നടത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. നിർണായകമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ പുറത്തുവിടുന്നു. കാസർഗോഡ് MDMA കേസിൽ VD സതീശന്റെ സോഷ്യൽ മീഡിയ ടീം കോർഡിനേറ്റർ എന്ന് അവകാശപ്പെട്ടയാളുടെ നേതൃത്വത്തിൽ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ശരൺ പങ്കുവയ്ക്കും. ശരൺ, വെരി ഗുഡ് മോർണിംഗ്. ശരൺ, ഇപ്പോൾ പുറത്തുവരുന്ന രണ്ട് വിവരങ്ങൾ. ഒന്ന്, ഇത് മുഹമ്മദ് ഹുസൈനും സംഘവും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തിൽ മാത്രം നടത്തിയ കച്ചവടമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഈ വലിയ റാക്കറ്റിന്റെ വേരുകൾ ഊന്നിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. രണ്ട്, അതിലൊരു യുവതി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേസ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധിക്കുന്നു എന്നുള്ള വിവരമാണ്. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിൽക്കില്ല. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ ആരോപണ വിധേയനായ ഒരു കേസായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ ഈ കേസിലേക്ക് എത്തുന്നു എന്ന വിവരമാണോ പുറത്തു വരുന്നത്? ശരൺ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത്തരത്തിലൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കേരള പോലീസ് ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു കേന്ദ്ര ഏജൻസിയുടെ റഡാറിൽ വരുന്നത്. അത് NCB ആണ്. NCB ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിൽ വെച്ച് കൂടിയാലോചനകൾ നടത്തി. അതിനുശേഷം ഇപ്പോൾ വിവരശേഖരണത്തിലേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ഉടനെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന കാസർഗോഡ് പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ തേടുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപക്ഷെ കാസർഗോഡ് പോലീസ് വിവരങ്ങൾ കൈമാറാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വിവരശേഖരണത്തിന് മറ്റ് മാർഗങ്ങളുണ്ട്. എന്തായാലും അത് ഊർജിതമാക്കാനാണ് ഇപ്പോൾ NCB തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ആണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ 7 ജില്ലകളിൽ ഇടനിലക്കാരുള്ള റാക്കറ്റാണ്. ഒപ്പം തന്നെ ഇതിന് രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് പോലീസ് നടത്തുന്നത്. അപ്പോൾ ഈ രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റ് എന്നതിലൂന്നിയുള്ള കൂടുതൽ പരിശോധനകളായിരിക്കും NCBയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികളുടെ വിദേശ യാത്രകളാണ്. അതായത് സമീപകാലത്ത് നിരവധി വിദേശയാത്രകൾ ഈ പ്രതികൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രതിയായ അബ്ദുൽ സലാം തായ്ലൻഡ്, മലേഷ്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പല തവണ യാത്ര നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ യാത്രകൾ എന്നുള്ളതാണ്. ലഹരിക്കടത്തിന് വേണ്ടിയാണോ, വിദേശത്ത് നിന്ന് ലഹരി എത്തിക്കാൻ വേണ്ടിയായിരുന്നോ ഈ യാത്രകൾ എന്നുള്ള പരിശോധനകൾ അടക്കം NCB നടത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ്. പ്രത്യേകിച്ച് അബ്ദുൽ സലാം എന്ന ആള് നേരത്തെ അനസ് പെരുമ്പാവൂർ, അതായത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ അനസ് പെരുമ്പാവൂരിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ അനസ് പെരുമ്പാവൂർ ഇപ്പോൾ വിദേശത്തെ ഒളിവിലാണ്. ഇയാൾ വിദേശത്തിരുന്ന് ലഹരി ഇടപാടുകളും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു എന്നുള്ള വിവരം കൂടി നേരത്തെ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇയാളുടെ യാത്രകൾ, അതായത് അബ്ദുൽ സലാം വിദേശത്തേക്ക് നടത്തിയ യാത്രകൾ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണോ, ഇടപാടുകൾ നടത്താനാണോ എന്നുള്ള വലിയ സംശയമാണുള്ളത്. അതിൽ വ്യക്തത വരുത്താനുള്ള പരിശോധനകൾ കൂടിയാണ് ഇനി NCBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ അവർ വിവരശേഖരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിവരശേഖരണം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഈ റാക്കറ്റിന് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിക്കുകയോ വിദേശത്ത് നിന്ന് ലഹരി ഇടപാടുകൾ നടത്തുകയോ ചെയ്തു എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റിപ്പോർട്ട് അത് NCB ആസ്ഥാനത്തേക്ക് അയക്കും. അതിനുശേഷം NCB ആസ്ഥാനത്ത് എടുക്കുന്ന തീരുമാനം അത് പ്രകാരമായിരിക്കും തുടർ നടപടികളിലേക്ക്, കേസെടുക്കണമോ വേണ്ടത് നടക്കമുള്ള കാര്യങ്ങളിലേക്ക് NCB കടക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന് കുറച്ചുകൂടി വിവരങ്ങൾ ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ബംഗളൂരുവിൽ നിന്നാണ് പലപ്പോഴായിട്ട് ഇവിടേക്ക് കേരളത്തിലേക്ക് ഈ സംഘം ലഹരി എത്തിച്ച് മൊത്തക്കച്ചവടം നടത്തി. നേരത്തെ 4 തവണ മൊത്തക്കച്ചവടം നടത്തിയിരുന്നു. ഈ ലഹരി എറണാകുളത്തേക്ക് എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണ് എന്നുള്ളതാണ്. അത് ഊബർ കാർ ഉപയോഗിച്ചാണ് ഈ ലഹരി കടത്ത് നടത്തിയെന്നുള്ള നിർണായക വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ശരൺ പങ്കുവച്ചിരിക്കുന്നത്. ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നർത്ഥം.
ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണ്, ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ഈ വാർത്തയ്ക്കൊപ്പം തന്നെയുണ്ട്. മറ്റു മാധ്യമങ്ങൾ തിരസ്കരിച്ച ഈ വാർത്തയിൽ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. തന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചും മുഹമ്മദ് ഹുസൈൻ കഴിഞ്ഞ 4-5 വർഷമായി കേരളത്തിൽ നിർബാധം MDMA ലഹരി കച്ചവടം നടത്തുകയായിരുന്നു. ലഹരി വിരുദ്ധ പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ ഉളുപ്പില്ലാത്തയാളായിരുന്നു ഈ മുഹമ്മദ് ഹുസൈൻ. അയാൾക്കൊപ്പം ഉണ്ടായിരുന്നത് പെരുമ്പാവൂർ അനസ് എന്നൊക്കെ പറയുന്ന ഗുണ്ടാ സംഘത്തിൽപ്പെട്ട നേതാക്കളാണ്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഒരു യുവതി കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും വി ഡി സതീശന്റെ അനുയായി എന്നും വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നും അവകാശപ്പെട്ടാണ് മുഹമ്മദ് ഹുസൈൻ പലതവണ വി ഡി സതീശന്റെ ഓഫീസിലെത്തുകയും വി ഡി സതീശന്റെ വീട്ടിലെത്തുകയും വി ഡി സതീശൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വി ഡി സതീശന്റെ വിശ്വസ്തർക്കൊപ്പം ഈ മുഹമ്മദ് ഹുസൈൻ ഇരിക്കുന്ന ചിത്രങ്ങളും ഇന്നലെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഈ ബന്ധങ്ങൾ ഇയാൾ ഉപയോഗിച്ചോ കച്ചവടത്തിന് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ വന്ന് ഇന്നലെ ഇക്കാര്യം ഇനി സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 1-2 തവണ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ അത് ആകസ്മികമായി വന്നിരിക്കുന്ന ചിത്രമെന്ന് നമുക്ക് പറയാം. പക്ഷെ നോക്കൂ, നിരന്തരം നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ 10-18 ചിത്രങ്ങളായി കഴിഞ്ഞു. 20ഓളം തവണ പല സ്ഥലങ്ങളിൽ വെച്ച് ഇവർ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല, 2023 കേരള സദസ്സ് നടക്കുന്ന സമയത്തല്ല ഈ മുഹമ്മദ് ഹുസൈനുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. അതിനു മുമ്പുള്ള 4 കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അങ്ങനെ കളവ് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം.